ദുരന്തത്തിനിടയിലും കേരളത്തിനെതിരെ രാഷ്ട്രീയം പറഞ്ഞ് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്. देखिए, इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और इलीगल एक्टिविटी माइनिंग नहीं होनी चाहिए, उसका एक बहुत बड़ा नुकसान वहाँ पे हुआ है। हम लगातार प्रयास कर रहे हैं और हम चाहते हैं कि फ्यूचर में भी इस प्रकार की इलीगल माइनिंग और हैबिटेशन को रोकना चाहिए. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഒരു BJP നേതാവ് തേജസ്വി സൂര്യ പറഞ്ഞത് കർണാടക മുഖ്യമന്ത്രി 100 വീട് വെച്ച് കൊടുക്കുന്നതിനെതിരെ പറഞ്ഞു. അതിന് പിന്നാലെ കേന്ദ്രമന്ത്രി ഇപ്പോൾ പറയുകയാണ് കൂടുതൽ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതാണ് ഈ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന രീതിയിൽ അതല്ല വിഷയമെന്നുള്ള കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ശാസ്ത്രജ്ഞരടക്കം കാലാവസ്ഥാ വിദഗ്ധരടക്കം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇവിടെ വീണ്ടും കേരളത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, നേതാക്കൾ, ആ പാർട്ടിയാകെ തന്നെയും. എന്താണ് ഈ ഭൂപേന്ദ്ര യാദവ് ഇന്ന് പറഞ്ഞ മറ്റു കാര്യങ്ങൾ? വിഷ്ണു. വയനാട് ദുരന്തത്തിൽ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രത്യേക പാക്കേജ് പോലും അനുവദിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുള്ള പ്രതികരണമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇന്ന് കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവാണ് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്. വയനാട് ദുരന്തം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ ഖനനം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. അതിനെതിരെയുള്ള നടപടികൾ കൈക്കൊണ്ടില്ല എന്നതാണ് കേന്ദ്ര മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടാണ് ഒരു ദുരന്തമുണ്ടായത് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു വയനാട് ദുരന്തം ഉണ്ടായത് മുതൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. പലതവണ സംസ്ഥാനമടക്കം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളടക്കം ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടുകയും കേരളത്തിന് അടിയന്തര സഹായം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതടക്കം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇതിന് സമാനമായി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടായതും നിലവിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സമയം ആയിട്ടില്ല എന്നതായിരുന്നു സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയത്. എന്തായാലും ഈ ഒരു ആവശ്യം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്ത് കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെ ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ഒരു കത്തയച്ചിരുന്നു. ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിന് അടിയന്തരമായി തന്നെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്നതാണ്. വിഷ്ണു, കേരളം വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ പോലും BJP കേന്ദ്ര സർക്കാർ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കേരളത്തോട് പെരുമാറുന്നത്. ആദ്യ ദിനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന പരിശോധിച്ചാൽ ഇവിടെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, വയനാട്ടിൽ റെഡ് അലർട്ട് നൽകിയിരുന്നു, പക്ഷേ കേരളം അവഗണിച്ചു എന്ന തരത്തിലാണ് അമിത്ഷാ പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണെന്ന് അന്ന് രാത്രി തന്നെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് കഴിയുകയും ചെയ്തു. പിന്നാലെയാണ് കേന്ദ്ര സഹമന്ത്രി കേരളീയൻ കൂടിയായ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപി പറഞ്ഞത് സഹായധനം നൽകാൻ സമയമായോ എന്നുള്ള ചോദ്യം. ആ ചോദ്യം വരുന്നത് ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരുന്ന ചോദ്യമാണ്. ഇങ്ങനെ ദുരന്തമുഖങ്ങളിൽ പോലും ക്ഷീരമുള്ള രകടിൻ ചുവട്ടിൽ ചോര കാണുന്ന ആ നയം, അവർക്ക് കേരളത്തോടുള്ള ശത്രുത അത് ദുരന്തമുഖത്ത് അവർ കാണിച്ചുകൊണ്ടേയിരിക്കും. അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളി പോലും അതിൽ നിന്ന് പിന്മാറുന്നില്ല, അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഇതാ തേജസ്വി സൂര്യ പറയുന്നു വീട് നൽകാൻ വരുന്ന അവരെ തടയുക. അതിന് പിന്നാലെ ഇതാ വീണ്ടും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറയുന്നു ഇത് കേരളത്തിൻ്റെ കുഴപ്പമാണ്, കേരളത്തിൻ്റെ കുഴപ്പമാണ്. ഈ വലിയ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാർ പെരുമാറേണ്ടതെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്ന. വിഷ്ണു, വലിയ തരത്തിൽ പല സംസ്ഥാനങ്ങളും കേരളത്തിനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തന്നെ കേരളത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നു. ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശത്രുതാ മനോഭാവത്തോടെ BJP ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു, കേന്ദ്ര സർക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അത് തന്നെയാണ് പറയേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഇത്രത്തോളം വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ പോലും സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക, രാഷ്ട്രീയപരമായ വിഷയത്തെ ആയുധമാക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിലും ലോക്സഭയിലും നടത്തിയ പ്രസ്താവനയിൽ കേരളത്തിൽ സംസ്ഥാനത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയതാണ്, മുന്നറിയിപ്പ് നൽകിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിൽ സഭയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയായിരുന്നു അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിനെതിരെ ഇടത് അംഗങ്ങളൊക്കെ തന്നെ അന്ന് തന്നെ രാജ്യസഭ ചെയർമാന് അമിത്ഷായുടെ പ്രസ്താവന തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. അതോടൊപ്പം
കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ലോക്സഭയിൽ അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു. അതായത് സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിനാണ് അത്തരത്തിലൊരു അവകാശ ലംഘന നോട്ടീസ് നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് നിരവധി BJP അംഗങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാരടക്കം സംസ്ഥാനത്തെ ഇത്തരത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളടക്കം കേരളത്തിന്റെ ആവശ്യം എത്രയും പെട്ടെന്ന് പരിഗണിക്കണം, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത്, സംസ്ഥാനത്തിന് കൃത്യമായിട്ടുള്ള പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് എന്നതടക്കമുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമായി തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. സിജു, ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദുരന്തകാലത്തെങ്കിലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമ്പോൾ കേരളത്തിനെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ, സഹായം നൽകാൻ വരുന്നവരെ തടയുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും BJP നേതാക്കളും കേന്ദ്രമന്ത്രി അടക്കം, കേരളത്തിൽ നിന്ന് പോയ കേന്ദ്രമന്ത്രി സഹമന്ത്രിയായ സുരേഷ് ഗോപി അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നൽകിയത്.